നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്. ബഹുമാന്യ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ ഗ്രൂപ്പിനെയും അഭിനന്ദനങ്ങളും ആശംസകളും പെരുന്നാൾ ആശംസകളും. ഇന്ന് ലഹരി, കുറേ ദിവസമായി പാർട്ടികൾ ആവശ്യപ്പെടുന്നു ലഹരിയെക്കുറിച്ച്, ലഹരിയുടെ വ്യാപനത്തെക്കുറിച്ച് സംസാരിക്കണം. അതാണ് വിഷയം. പക്ഷെ അതിന് മുൻപായിട്ട് ഇതൊരു മനഃശാസ്ത്ര കൂട്ടായ്മ ആയതുകൊണ്ട് ചില കാര്യം തുറന്നു പറയുമ്പോൾ അതിൽ മറ്റു രീതിയിൽ തെറ്റിദ്ധരിക്കരുത്. നമ്മളെല്ലാം കുടുംബമായിട്ട് ജീവിക്കുന്നവരാണ്. ഇത് ഞാൻ സാധാരണ അങ്ങനെ പാർക്കിൽ പോകാറില്ല, സമയം കിട്ടാറില്ല. ഇന്ന് പെരുന്നാൾ അവധിയായിട്ടും ഒരു 2 മണിക്ക് ശേഷം അല്പം ഫ്രീ കിട്ടിയാലേക്ക് ഒരു 1.5 മണിക്കൂർ എറണാകുളം സുഭാഷ് പാർക്കിൽ പോയി. ഞാനവിടെ ചെല്ലുന്ന എനിക്ക് പ്രത്യേക സീറ്റായിട്ട് പറയാതെ നിങ്ങൾ വിശ്വസിക്കില്ല. ആരും അടുത്ത് ഇല്ലാത്ത, ഇരിക്കാൻ പറ്റാത്ത സ്ഥലത്ത് എനിക്ക് വേണ്ടി മാത്രം പ്രത്യേക സീറ്റുണ്ട്. ദൈവാനുഗ്രഹം അതേപോലെ കാണിച്ചു തരാം. അപ്പോൾ ഒരു 10,000 പേരെങ്കിലും നമ്മൾ അവിടെ കണ്ടിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിലൊരു 80% പേരും 20 വയസ്സിൽ 22 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ്, ആൺകുട്ടികളും പെൺകുട്ടികളും. ഇവരെല്ലാം ആരോഗ്യപരമായിട്ട് വളരെ ബാക്ക്വേഡാണ്. വണ്ണമില്ലെന്ന് മാത്രമല്ല, അമിത വണ്ണം കൊള്ളില്ല, ന്യായമായ വണ്ണമില്ലെന്ന് മാത്രമല്ല, പ്രഥമ ദൃഷ്ട്യാത്ത നോക്കിയാൽ ആരോഗ്യം കുറവാണ്. ഇത് വാസ്തവം ഞാൻ കേരളത്തിലെ സാമൂഹിക വകുപ്പാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതൊന്നും അവർ ശ്രദ്ധിക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല, അവർ പലരും ചെയ്യുന്നുണ്ട്. പക്ഷെ ഒന്നുകൂടി ശ്രദ്ധിക്കണം. എന്താണ് അതിന് കാരണങ്ങൾ? ഒന്ന്, ദാരിദ്ര്യം, വേണ്ടത്ര ഭക്ഷണം കിട്ടുന്നില്ല. മറ്റൊന്ന്, പറയുമ്പോൾ തിരിച്ചിരിക്കരുത്, ഞാൻ വീണ്ടും പറയാണ്, ഇതൊരു മനഃശാസ്ത്ര കൂട്ടായ്മയാണ്. ഇന്നത്തെ യുവതലമുറ ഉറക്കമില്ല. 6 മുതൽ അല്ലെങ്കിൽ 2 മുതൽ 8 മണിക്കൂറും ഉറങ്ങണം. അപൂർവം ചില സന്യാസിമാർക്ക് 2 മണിക്കൂർ, ബാക്കിയുള്ള 8 മണിക്കൂറാണ്. അതിന് ഉറക്കമില്ല. പിന്നെ അമിതമായ അശാസ്ത്രീയമായ സെക്സ് ഉപയോഗം. ഞാനൊന്ന് വ്യാഖ്യാനം പറയാൻ നിങ്ങൾ ബുദ്ധി മനസ്സിലാക്കുക. ഇതിലെന്തും നമുക്ക് നല്ലതാണ്. ഞങ്ങളുടെ തീരുമാനം എന്താണ്? എന്തും കഴിക്കാം, പക്ഷെ ഒന്നും കഴിക്കരുത്. ഇത് വിഷം പോലും നമുക്ക് പാകത്തിന് കഴിക്കാം, കുഴപ്പമില്ല. അമിതമായാൽ അമൃതും വിഷം പോലെ. ഉറക്കമില്ലായ്മ, അശാസ്ത്രീയ സെക്സ് രീതി, മറ്റ് ദാരിദ്ര്യം എല്ലാം ഉണ്ട്. അപ്പോൾ ഗവൺമെൻറ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ വിഷയം ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. അതുകൂടാതെ ഈ PC ജോർജ് സാറിനെയും മറ്റ് സംഘപരിവാറിനൊക്കെ നിങ്ങൾ കുറ്റം പറയുന്നതിന് മുൻപായിട്ട് മുസ്ലിം സമുദായത്തിലെ തത്വചിന്തകന്മാർ, ബുദ്ധിരാക്ഷസന്മാർ, മനഃശാസ്ത്ര വിദഗ്ധർ, ശാസ്ത്രജ്ഞന്മാർ, കണക്ക് വിദഗ്ധർ, ഇവരോട് എനിക്ക് ചോദ്യം. സാധാരണ മുസ്ലിങ്ങളോടല്ല, അവർക്കത് തന്നെ അറിയാം. അതായത് നിങ്ങൾ ഇസ്ലാം മതത്തിലും അള്ളാഹുവിലും അള്ളാഹുവിൻ്റെ റസൂലിലും ഖുർആനിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇതിന് സിമ്പിളായിട്ട് ഉത്തരം തരണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പ് ചർച്ച ചെയ്തിട്ട് പബ്ലിക്ക് അറിയിക്കണം. എന്താണെന്ന് അറിയാവോ? അതായത് ഒരിക്കൽ പോലും കാണാത്ത ഒരു വ്യക്തിയെ അവർ രൂപത്തിൻ്റെ പേരിൻ്റെ പേരിൽ തല്ലിക്കൊല്ലുന്നുണ്ടെങ്കിൽ ആ തല്ലിക്കൊല്ലുന്നവരെ കുറ്റം അല്ലെങ്കിൽ തല്ലിക്കൊല്ലുന്നവരെല്ലാം കുറ്റം പറയേണ്ടത്. അത് കുറ്റം പറയല്ല, അതിൻ്റെ കാരണം അവരില്ല. അള്ളാഹു ഖുർആനിലൂടെ പ്രവാചകൻ പറഞ്ഞു, അന്ത്യനാളായാൽ മുസ്ലിങ്ങളെ നിങ്ങൾക്ക് നരകതുല്യമാണ് ഭൂലോക ജീവിതം, ഈ ലോക ജീവിതം, ഇഹലോക ജീവിതം. അവസാനത്തെ ഏതാണ്ട് ലക്ഷണങ്ങൾ വന്നു തുടങ്ങി. ലോക അവസാനമായി. ഇപ്പോൾ ഞാൻ എഴുതിയ പുസ്തകമായിട്ട് 10-30 വർഷം മുമ്പ് ഭൂമിയില്ലാത്ത പ്രപഞ്ചം, അതൊക്കെ ഞാനൊക്കെ നിസ്സാരക്കാരൻ. പക്ഷെ ഖുർആൻ പറഞ്ഞിരിക്കുകയാണ്, ഹദീസ് അള്ളാഹ് പ്രവാചകൻ പറഞ്ഞിരിക്കുകയാണ്. അതല്ലേ കാണുന്നത്. നിങ്ങൾ ആലോചിച്ചോ, യാതൊരു മുൻപരിചയമില്ല. തീവണ്ടിയിൽ വെച്ച് യാത്ര പോകുമ്പോൾ 18 വയസ്സായ ഒരു ഹാഫിൽ എന്ന് വെച്ചാൽ ഖുർആൻ മനഃപ്പാഠം പഠിച്ച ഒരു കുട്ടിയെ അവൻ പെരുന്നാളിന് പോയതാണ് വീട്ടിൽ അവധിക്ക്. അവൻ തീവിൽ വെച്ച് തല്ലിക്കൊന്ന് കൂട്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു മുൻ പരിചയമില്ല, വൈരാഗ്യമില്ല. അപ്പോൾ എന്താ കാരണം? അതാണ് ഇസ്ലാം എന്ന് പറയാനും മുസ്ലിം എന്ന് പറയാനും ലോകത്ത് ഇല്ലാത്ത ഒരു കാലം വരുമെന്നും ഖുർആൻ തന്നെ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടും, വെച്ചാൽ ഉയർത്തപ്പെടും എന്നൊക്കെയാണ് പറയുന്നത്. അതിന് ലക്ഷണം വെച്ച് നോക്കുമ്പോൾ മുസ്ലിം സഹോദരങ്ങളെ, അതിലെ ചിന്തകന്മാരെ,
ഈ ഇന്ന് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യം ഇതേവരെ ഇന്ത്യയിൽ വന്നിട്ടില്ല. അതുവരെ നമ്മൾ പ്രതീക്ഷിക്കണം. അതെന്താണത്? നിങ്ങൾ ഓരോരുത്തർ നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോകുമ്പോൾ ഒരു പറ്റം ആൾക്കാർ വന്ന് പറയും നിങ്ങൾ പള്ളിയിൽ പോയി നമസ്കരിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു കാലം ഇന്ത്യയിൽ അതിവിദൂരമല്ലെന്ന് മൊയ്തീൻ ഷാ പറയാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ജനങ്ങളുടെ അവസാനമില്ലാത്ത സഹകരണവും സ്നേഹം കൊണ്ട് പറയാണ്. അങ്ങനൊരു കാലം വരെ നമ്മൾ പ്രതീക്ഷിക്കണം. അങ്ങനെ ജീവിക്കേണ്ട സാഹചര്യം വന്നുകൊണ്ടിരിക്കുമ്പോൾ മുസ്ലിം സമുദായങ്ങളെ നിങ്ങൾ എന്താണ് വറിയിടാകുന്നത്? നിങ്ങൾ ഈമാൻ കൊള്ളുക, അള്ളാഹുവിലേക്ക് 100% അങ്ങോട്ട് ഏൽപ്പിക്കുക. തവക്കൽതു അലല്ലാഹ്, തവക്കൽതു അലല്ലാഹ്, അള്ളാഹു നിശ്ചയിച്ച പോലെ. പക്ഷേ നിങ്ങൾ പ്രവർത്തിക്കണം, നിങ്ങൾ പ്രവർത്തിക്കാതിരിക്കരുത്. അങ്ങനെ ഒരു നാൾ വരും, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകും എന്ന് നിങ്ങൾ നിരാശരാകരുത്, നിരാശ്രയരാകരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? തഖ്വ അല്ലെങ്കിൽ സൽക്കർമ്മം അല്ലെങ്കിൽ ഇബാദത്ത് നല്ല നല്ല ചെയ്തത് അള്ളാഹുവിനോട് കൂടുതൽ അടുക്കുക. അതുകൊണ്ട് സംഘപരിവാറിന് ജോർജിനൊക്കെ കുറ്റം പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ നിങ്ങൾ മനസ്സമാനം കിട്ടും. അല്ലെങ്കിൽ ജോർജ് മുസ്ലിം തമ്മിൽ ഒരു ബന്ധം, ഒരു അകൽച്ചയില്ല ഇന്ത്യയിൽ, കേരളത്തിൽ. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമുദായമായിട്ട് ഇന്ത്യയിൽ പ്രബല ന്യൂനപക്ഷ മുസ്ലിം സമുദായത്തിൽ യാതൊരു പിണക്കുമില്ല. ഉള്ളിൽ കൊച്ചു കൊച്ചു സൗന്ദര്യപ്പെടൊക്കെ ഉണ്ട്, അത് സ്വാഭാവികമാണ്. അത് നമ്മളെ പ്രദേശ തമ്മിലില്ലേ. അതിൽ കഴിഞ്ഞ ഒരു പിണക്ക് കേരളത്തിലും ഇന്ത്യയിലും ഇല്ല ക്രിസ്ത്യൻ മുസ്ലിമായിട്ട്. എന്നിട്ടും പി ജോർജ് പറയാണ്ട് മുസ്ലിങ്ങൾ മുഴുവൻ കള്ളന്മാരും കൊല്ലാത്തവരും ലോക മുസ്ലിങ്ങളെ കുറിച്ച് പറയുമ്പോൾ അയാളെ കൊണ്ട് പറയിപ്പിക്കുന്ന ആരാണ്? അള്ളാഹു പറഞ്ഞാൽ, ഈ പ്രവാചകൻ നമ്മളെ ബോധ്യപ്പെടുത്തിയ അതിൻ്റെയൊക്കെ ഘട്ടം അടുത്തവരാണ്. മനസ്സിലാക്കുക. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പിന്നെ ഞാൻ ഒരു ദിവസം പറയും. ഇപ്പോൾ അത് എൻ്റെ വിഷയം അതല്ല, നാർക്കോട്ടിക്. അതുപോലെ സഭാ നേതൃത്വത്തോട് ഒരു കാര്യം പറയാം. ഞാൻ ജനിച്ചു വളർന്നത് ചെമ്പറക്കി, അവിടെ നടക്കാൻ മുസ്ലിം ജമാഅത്തിൻ്റെ ഇടവക എന്ന് പറഞ്ഞാൽ മഹൽ, അതാണ്. അവിടുത്തെ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് അറിയാരൊക്കെ കണ്ടു കാണും. അപ്പോൾ ഞങ്ങളുടെ മഹൽ പോലുള്ള ആയിരക്കണക്കിന് മഹല്ലുകൾ, നിങ്ങൾ ക്രിസ്ത്യൻ ഭാഷ ഇടവകകൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതെന്താണത്? ഈ മഹലായിട്ട് ബന്ധപ്പെട്ട ആരും മദ്യം വിൽക്കരുത്. ഇല്ല, എന്തായാലും പറയാണ്, വിൽക്കരുത്. മറ്റൊന്ന്, മദ്യം കഴിക്കരുത്. ഈ മദ്യം എന്ന് പറയുമ്പോൾ സിഗരറ്റ്, പുകവലി, മുറുക്ക് വേടിയൊന്ന് മാറ്റി വയ്ക്കുക. അതിപ്പോൾ വല്ലതും ചെയ്തിട്ട് അത് അപകടമാണ്. ഈ പുകവലിയെ കുറിച്ച് പറയുമ്പോഴേ എനിക്ക് മമ്മൂട്ടി സാഹിബിനെ കുറിച്ച് പറയേണ്ടി വരുന്നു, എൻ്റെ ജ്യേഷ്ഠനെ കുറിച്ച് പറയേണ്ടി വരുന്നു. എൻ്റെ ജ്യേഷ്ഠൻ്റെ പരീസ് സാഹിബ്, അദ്ദേഹം 80ാമത്തെ വയസ്സിൽ മരിച്ചു. 40 വയസ്സിൽ നല്ല വലിയായിരുന്നു. സിഗരറ്റിന് അന്നൊന്നും സിഗരറ്റ് ഇല്ലാത്ത കാലത്ത് വലിയ സിഗരറ്റൊക്കെ പോക്കിൽ കൊണ്ടു കിടക്കും. 100 നോട്ട് അന്നൊരു എന്താണ് വലിയ മുറം പോലെയുള്ള വലിയ നോട്ടാണ്. അത് കൊണ്ട് കളിച്ചു വരുന്നാളാ. അത് ഈ 40 വയസ്സായപ്പോഴേക്കും എല്ലാം നിർത്തി, പുകവലി ഒരു പുകയും വലിക്കാതെ. പക്ഷേ ഒരു 70 വയസ്സ് കഴിഞ്ഞപ്പോഴേക്കും അറ്റാക്ക്, ഈ അസുഖം വന്ന് വീണിട്ട് ക്യാൻസറായിട്ട് ആൾ മരിച്ചു. അല്ല, മമ്മൂട്ടി സാഹിബിനെ ചെറുപ്പത്തിൽ പറഞ്ഞ് ശരിയാണ്, ഞാൻ കണ്ടിട്ടില്ല. നല്ല ചെയിൻ സ്മോക്കറായിരുന്നു, നല്ല വലിയായിരുന്നു. ഒരു പ്രത്യേക സിഗരറ്റ് പേരൊക്കെ പറഞ്ഞാൾ. അപ്പോൾ അത് ആദ്യം അറിയില്ല. ഒരു 50-60 വയസ്സ് കഴിയുമ്പോഴാണ് നമ്മുടെ ആരോഗ്യം കുറയുമ്പോൾ, റെസിസ്റ്റൻസ് പവർ കുറയുമ്പോൾ അവൻ അറ്റാക്ക് ചെയ്യും. അതുകൊണ്ട് ഒരു കാരണമാണ്. അത് പുകവലിക്കരുത് ഞാൻ ആദ്യമാണ് കൂടി പറയാണ്. അപ്പോൾ നമ്മുടെ പ്രധാന പോയിന്റ്, അപ്പോൾ മദ്യം പ്രത്യേകിച്ച് ഇതുപോലെ ചരസ്, കഞ്ചാവ് പോലെയുള്ള ആരും ഉപയോഗിക്കരുത് എന്ന് കർശനമായി താക്കീതോടുകൂടി, കർശനമായ നിയന്ത്രണത്തോടെ കേരളത്തിലെ ഓരോ മുസ്ലിം മഹല്ലുകളും തീരുമാനം എടുത്തു കഴിഞ്ഞു. എടുക്കാത്തൊരിടത്ത് എടുക്കുകയും ചെയ്യും. അവിടെ ചോദ്യമുണ്ട്. സഭ ഞെളിയും പിരിയും ചെയ്ത് പിണങ്ങുകയും ചെയ്തത്. നിങ്ങൾക്ക് മുഖത്ത് നോക്കി ആത്മാഭിമാനത്തോടെ സത്യസന്ധമായിട്ട് നിങ്ങളുടെ ഇടവകയിൽ, നിങ്ങൾ പള്ളിയിൽ വികാരി എന്ന നിലയിൽ എഴുന്നേറ്റത് പറയാണ്, ഈ ഇടവകയിൽപ്പെട്ട് ആരും മദ്യം കഴിക്കരുത്, ആരും മദ്യം വിൽക്കരുത് എന്ന് പറയാനുള്ള ഒരു സന്മനസ് കാണിക്കാൻ പറ്റുമോ? ആ സന്മനസ് കാണിച്ചാൽ അന്ന് തീരും കേരളത്തിലെ മദ്യവിഷയം, എല്ലാ കച്ചവടവും. നാർക്കോട്ടിക് ജിഹാദ് അല്ല ഇവിടെ വിഷയം. അതൊക്കെ വെറും പറച്ചിലാണ്, പറച്ചിലാണ്. നിങ്ങളുടെ മഹല്ല് എന്നെങ്കിൽ ഇടവകയിൽ നിങ്ങൾ സ്റ്റേജിൽ അല്ലെങ്കിൽ കുർബാന ചെയ്യുന്ന സ്ഥലമുണ്ടല്ലോ, അൽത്താരിൽ കയറിന്നിട്ട് പരസ്യമായിട്ട് മേക്ക് സ്റ്റേറ്റിലോട്ട് പറയണം. എന്താണ്? ഈ ഇടവകയിൽപ്പെട്ട ഒരാളും മദ്യം കഴിക്കരുത്.
ഈ ഇടവകയിൽപ്പെട്ട ഒരാളും മദ്യം വിൽക്കുക ചെയ്ത്. ഈ 2 പോയിന്റ് പറയാൻ ഞാൻ വെല്ലുവിളിക്കല്ല. ഇനി ക്രിസ്ത്യ സമുദായം എൻ്റെ സഹോദര സമുദായമാണ്, ഞാൻ വെല്ലുവിളിക്കുന്നില്ല. ഈ 2 കാര്യം നിങ്ങൾ പരസ്യമായിട്ട് നിങ്ങളുടെ കുഞ്ഞാടുകളോട്, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നല്ലോ നിങ്ങളുടെ പ്രവർത്തകർ പറയാൻ പറ്റുമോ? പറഞ്ഞാൽ അന്ന് തീരും കേരളത്തിലെ മദ്യവ്യാപാരം. പിന്നെ ഒരാൾ അനുകൂലില്ല. കാരണം മുസ്ലിം സമുദായത്തിലെ പള്ളികളിൽ തീരെ എടുക്കുന്ന പോലെയല്ല, കുറച്ചുകൂടി കർശനമായിരിക്കും നിങ്ങൾ തീരുമാനം എടുത്താൽ. കാരണം കുറച്ചുകൂടി അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. മുസ്ലിം സമുദായത്തിൽ ആൾക്ക് ഇല്ലെന്നില്ല, പക്ഷെ അവർ ഈ മദ്യമായിട്ട് അത്ര വലിയ ബന്ധമൊന്നുമില്ല. മദ്യ വിൽക്കുകയിൽ വാങ്ങാനല്ല വലിയ. ഇന്നലെ ഏറ്റവും വലിയ പഴക്കമുള്ള ഒരു അബ്കാരി ഷോപ്പിൽ ഒരാൾ പറഞ്ഞാൽ അത് 3000 പേരെ ഏതാണ്ട് അംഗീകൃത കുടിയന്മാർ കേരളത്തിലുള്ളൂ അദ്ദേഹം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ അവർ വലിയ ബന്ധമില്ല, അപൂർവം ബന്ധമുള്ളൂ. അപ്പോൾ അതങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്താൽ 24 മണിക്കൂർ ഒറ്റ ദിവസം കൊണ്ട് കേരളത്തിൽ മദ്യം നിന്നു പോകും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. പറ്റില്ല ഞാൻ പറഞ്ഞില്ല, പറ്റിയാൽ രാജ്യം സ്വർഗമാകും. മനസ്സിലായില്ലേ? അത് നിങ്ങൾ പിന്നെ സർക്കാർ പണം വാങ്ങിച്ചിട്ട് മദ്യവർജനം ചെയ്യാൻ പറഞ്ഞ് സമരം ചെയ്യണ്ടല്ലേ പല പ്രചരണം നടത്തുന്നുണ്ട്. അത് പിന്നെ നിങ്ങൾ പബ്ലിക്കിൽ നിന്ന് പണം പിരിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്ത് കാര്യം? നിങ്ങൾ ഈ 2 കാര്യം പറഞ്ഞാൽ മതി. ഞാൻ ഒരിക്കലും പറഞ്ഞ ആ വിഷയം നിർത്താം, പെട്ടെന്ന് വിഷയം മാറ്റാണ്. 1, ഞായറാഴ്ച ദിവസം അൽത്താരയിൽ നിന്ന് കുർബാന കൈക്കൊള്ളുന്നതിന് മുമ്പോ ശേഷമോ 2 പ്രധാന അറിയിപ്പുകളുണ്ട്. 1, ഈ ഇടവകയിൽപ്പെട്ട ആരും പിന്നെ മദ്യം കഴിക്കരുത്. സെക്കൻഡ് 1, ഈ ഇടവകയിൽപ്പെട്ട ആരും മദ്യവ്യവസായം ചെയ്യരുത്. ഈ 2 കാര്യം പറയാൻ നിങ്ങൾ സന്മനസ് കാണിച്ചാൽ അന്ന് കേരളത്തിൽ ആ വിഷയത്തിൽ. ഇനി മറ്റൊന്ന്, പെട്ടെന്ന് വിഷയം മറ്റൊന്ന്, ലേറ്റസ്റ്റ് BJPയുടെ പുതിയ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ, കോടീശ്വരൻ, വിദ്യാസമ്പന്നൻ, മിടുക്കനൊക്കെയാണ്, ചെറുപ്പമാണുള്ളത്. അദ്ദേഹം ഡൽഹിയിൽ ചെന്ന് മോഡിജി മറ്റ് അമിത്ഷായിട്ട് കണ്ട് സംസാരിച്ചവർ. അവർ എടുത്ത തീരുമാനം, അവരുടെ കണക്കുകൾ, കേരളത്തിൽ അവരുടെ കണക്കുകൾ തെറ്റിപ്പോയി മാത്രമല്ല, ആ തെറ്റ് തിരുത്തിയത് ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാം. മൊയ്തീൻ ഷായുടെ ഗ്രൂപ്പും ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസിന്റെ ലേബലിൽ പറഞ്ഞ ആ പ്രഖ്യാപനമാണ്. ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസിന്റെ ലേബലിൽ പറഞ്ഞ പ്രഖ്യാപനം എന്താണ്? കേരളത്തില് കോൺഗ്രസിനെ തകർക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കില്ല. നിങ്ങൾ നല്ല ഏത് ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടി വിചാരിച്ചാലും കേരളത്തിൽ, ഇന്ത്യയിൽ സാധിക്കില്ല. ഞാൻ കേരളത്തിൽ കാര്യം പറയുന്നത്, കേരളത്തിൽ കോൺഗ്രസ് തകർക്കാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? 40% വരുന്ന കേരളത്തിലെ മുസ്ലിങ്ങളിൽ 95% എന്ന് പറഞ്ഞാൽ 39% വോട്ടർമാരും കോൺഗ്രസ് അല്ലെങ്കിൽ UDF വോട്ട് ചെയ്യും. അതവർ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നാൽ, ഒരു ഗതികേട് വന്നു പറയാം. ഞാൻ വീണ്ടും പറയാം, അത് കോൺഗ്രസ് നന്മ കൊണ്ടോ അല്ലെങ്കിൽ ഇടതുപക്ഷമുള്ള വിരോധം കൊണ്ടല്ല. പക്ഷെ അത് ചെയ്തില്ലെങ്കിൽ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഇടതുപക്ഷം ജയിക്കുകയാണെങ്കിൽ ആ ഇടതുപക്ഷം എന്ന പ്രസ്ഥാനം കേരളത്തിൽ നിന്നെങ്കിലും മറ്റു സ്ഥലത്തൊന്നും ഇല്ലാതെ പോകും. അതോട് തന്നെ UDF അല്ലെങ്കിൽ കോൺഗ്രസ് മുന്നണിയിൽ നിന്നു. അത് രണ്ടും നിന്ന് കഴിഞ്ഞാൽ BJP മാത്രം. അതാണ് അവർ കണക്കൂട്ടുന്നത്. BJPയിലെ മണ്ടന്മാരുണ്ടെങ്കിലും ബുദ്ധിരാക്ഷസന്മാരുണ്ട്. അതുകൊണ്ട് അവർ കണക്കൂട്ടിയാൽ തെറ്റു വരുന്നില്ല. പക്ഷേ ഇന്നലെ നാൾ വന്നേ തീരൂ. ഞാൻ പറയണം, BJP അധികാരത്തിൽ വരില്ലെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. കാരണം കാലഘട്ടം അതാണെന്ന് ഞങ്ങൾ ഖുർആൻ വാക്യം ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്നത് അതാണ്. അപ്പോൾ ആ നിലക്ക് വന്നുകൂടാതില്ല. പക്ഷെ അത് കുറച്ച് വൈകിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ ശ്രമിക്കുന്നത്. അതാണ് പറഞ്ഞത്. കേരളത്തിൽ കോൺഗ്രസിനെ നശിപ്പിക്കാമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ അത് നടക്കൂല എന്ന് ഞങ്ങൾ പറഞ്ഞ ആ പ്രഖ്യാപനം, ആ ഒരു പ്രതിജ്ഞ, ഞങ്ങളുടെ ഈ പരിപാടി എല്ലാം കേരളത്തിലെ, ഇന്ത്യയിലെ പ്രധാന എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഓഫീസിലേക്കും നമ്പറിലേക്കും ഞങ്ങൾ നേരിട്ട് വാട്സപ്പ് മുഖേന അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം മുഖേന അയച്ചിട്ടുള്ള അത് അപ്പം കിട്ടും. ഇതിപ്പോൾ BJPയുടെ ഓഫീസിൽ കിട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അന്ധമായി BJP വിരോധമില്ലാത്തവർക്കറിയാം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അന്ധമായ വിരോധം ആരോടുമില്ല. പ്രശ്നാധിഷ്ഠ മാത്രം ഞങ്ങളിൽ എതിർക്കും. അപ്പോൾ അതൊരു രാജീവ് ചന്ദ്രശേഖർജി ഉൾപ്പെടെയുള്ള ബോംബെയിലെ, ഡൽഹിയിലെ ടീം കണ്ടെടുത്ത് ഇനി ഇത്രയും കാലം അറിഞ്ഞും അറിയാതെയും ഇടതുപക്ഷത്തോടും പിണറായി സഖാവിന് കാണിച്ച ആ ഔദാര്യവും പിന്നെ ഒരു സഹകരണവും സിമ്പതി വേണ്ട. ഇനി കേരളത്തിൽ BJP വളരണമെന്നുണ്ടെങ്കിൽ
അല്ലെങ്കിൽ ഇതുപോലെ മുരടിച്ച് നിന്ന് പോകാതെ ഭരണത്തിൽ കയറണമെന്നുണ്ടെങ്കിൽ BJP ഉള്ളതെങ്കിൽ ഇവിടുത്തെ CPIM എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തെ തകർത്താൽ മാത്രമേ BJP വളരൂ എന്ന് രാജീവ് ചന്ദ്രശേഖർ മുഖേന അദ്ദേഹം ബിസിനസ്സാണല്ലോ, ബിസിനസ് മൈൻഡുണ്ടല്ലോ. മുന്നേനെ അമിത്ഷായും മജിയായിട്ട് സംസാരിച്ചു, അത് അവർ അംഗീകരിച്ചു. CPM ഭയപ്പെടണം. പക്ഷെ ഇത് ഒരു 15 വർഷം മുൻപ് മോഡി ഗവൺമെന്റ്, മോഡിജി വരുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഈ ചിന്തയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർത്ത് BJP വളർത്താനാണ് അന്നത്തെ നേതാക്കന്മാർ ശ്രദ്ധിച്ചത്. പക്ഷെ മോഡിയും അമിത്ഷായും വന്നപ്പോൾ അവർ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമായി. അവർ പോളിച്ചൊന്നുമില്ല. വേറൊരു കാര്യം പറഞ്ഞു, സിനിമയെക്കുറിച്ച് പറഞ്ഞപ്പോഴേ പിന്നെ ജാതിയെക്കുറിച്ച് പറഞ്ഞോട്ടെ, അതൊന്നും BJPക്കും സംഘപരിവാറിനും വിഷയമല്ല. പക്ഷെ സംഘപരിവാറിനെ കുറിച്ച് പറഞ്ഞാൽ അവരെ എതിർക്കും. അവർക്കതാണ് ജാതി മതമൊന്നുമില്ല കാര്യങ്ങൾ. അപ്പം അങ്ങനെ വരുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഇനി സൂക്ഷിക്കണം. നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പഴയതുപോലെ ഒരു സൗഹാർദ്ദമോ ഒരു അമിക്കബിൾ സെറ്റിൽമെൻറ്റോ ഒരു രഹസ്യ സപ്പോർട്ടോ ഇനി കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നോ അമിത്ഷായിൽ നിന്നോ മോഡിയിൽ നിന്നോ പ്രതീക്ഷിക്കാതെ പിണറായി നിങ്ങൾ വളരെ സൂക്ഷിച്ച് നിൽക്കണം. നമ്മുടെ ഇത് കാലം കഴിഞ്ഞുപോയി. ഇത് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് ഞങ്ങൾ മാത്രമല്ല, രാജീവ് ചന്ദ്രശേഖർ എന്ന ഡൽഹിയിലെ പ്രസ്താവന അതാണ്. ഇത് നമുക്ക് മനസ്സിലാവില്ലേ? പിന്നെ കാള വാല് വയ്ക്കൽ എന്താണെന്ന് അറിയാൻ പറ്റും, പശു വാല് വയ്ക്കൽ അറിയാൻ പറ്റില്ലെന്നല്ലേ. രാജീവ് ചന്ദ്രശേഖർ വായി തോന്നപ്പോൾ നമുക്ക് മനസ്സിലായില്ല എന്താ ഉദ്ദേശിച്ചത്. അതാണ് അവരുടെ നിലനിൽപ്പിന് ആവശ്യം. ഈ അന്ധമായ മാർക്സിസ്റ്റ് സ്നേഹം കാണിച്ചിട്ട് കോൺഗ്രസ് നശിച്ചു പോകും, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കോൺഗ്രസ് ഇല്ലാത്ത മുന്നണി വരുത്താം എന്ന് വിചാരിച്ചാൽ ആടിൻ്റെ അകടില്ലെങ്കിൽ ഈ പിടുക്ക് കണ്ട് കുറുക്കം പോകുന്നവരെയാണ്. ഇപ്പം ചാടും വിചാരിച്ചിരുന്നത്. ആ ചാടുമെന്ന് പ്രതീക്ഷയാണ് BJP 10 വർഷം കേരളത്തിൽ കൊണ്ടുവരുന്നത്. രഹസ്യമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി സപ്പോർട്ട് ചെയ്ത് പിണറായി സർക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് വില പോകില്ല എന്ന് ഞങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞു. അത് 2 കാര്യമുണ്ട്. ഒന്ന്, പിണറായി സഖാവിനോട് ഞങ്ങൾ സഖാവ് നമ്മൾ സ്നേഹമുള്ള ആളാണ്, സഖാവ് നമ്മൾ ബഹുമാനമുള്ള ആളാണ്. ഞങ്ങൾ നേരിട്ട് പറഞ്ഞാണ് ഞങ്ങളിപ്പോൾ തൽക്കാലം നിങ്ങൾ എതിർക്കുന്നത് നിങ്ങളുടെ ഇഷ്ടക്കുറവുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ മോശമായിട്ടില്ല. പക്ഷേ നിങ്ങളെ സപ്പോർട്ട് ചെയ്താൽ ഇവിടെ കോൺഗ്രസ് നശിക്കും. ഞങ്ങൾ എന്ന് പറയുമ്പോൾ കേരളത്തിൽ 40% മുസ്ലിങ്ങൾക്ക് റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് പറയുന്നത് കേട്ടോ. ഈ കോൺഗ്രസ് നശിക്കും, നിങ്ങൾ അധികാരത്തിൽ വരും. അങ്ങനെ നിങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അക്കാലം കൊണ്ട് തന്നെ നിങ്ങൾ നശിച്ചു. അപ്പോൾ നിങ്ങളെ നമ്മൾ നിലനിർത്തണം. ഭരണത്തിൽക്കയറ്റ നിലനിർത്താൻ വേണ്ടി കോൺഗ്രസ് ഭരണത്തിൽ കയറ്റുന്നു. ഇതൊക്കെ വലിയ ഫിലോസഫിയാണ് സർ, വലിയ സൈക്കോളജിയാണ് സർ, ഇത് വലിയ ശാസ്ത്രീയ തത്വങ്ങളാണ്. ഇതൊരു കണക്കാണ്. നമ്മുടെ ചാക്കോ സാർ പറഞ്ഞല്ലേ സ്ഫോടന സിനിമയിൽ സ്ഫോടനമില്ലല്ലോ, ആ സിനിമയിൽ പറഞ്ഞല്ലോ കണക്കെല്ലാം ഒരു ഇത് ലോകം നിലനിൽക്കുന്ന കണക്കിലാണെന്ന്. അത് കറക്റ്റാണത്. പക്ഷെ അത് ഞാൻ പറഞ്ഞ കണക്കിനെ കുറിച്ച് പറയുമ്പോഴേ പണ്ട് മനുഷ്യർ കമ്പ്യൂട്ടറിന് വേണ്ടി ചിന്തിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ കമ്പ്യൂട്ടർ മനുഷ്യർ ചിന്തിക്കുകയാണ്. ഇതിനിടയിൽ വ്യത്യാസം, അങ്ങനെ മനുഷ്യന് വേണ്ടി ചിന്തിക്കുന്ന കമ്പ്യൂട്ടർ നയിക്കുന്നത് നിയന്ത്രിക്കുന്ന കണക്കാണ്, മാത്സാണ്. ആ മാത്സിൽ ബിരുദമുള്ളവരും അല്ലെങ്കിൽ അറിവുള്ളവരും വളരെ കുറച്ചുള്ള ലോകത്ത്. അതിൽ ദൈവാനുകൊണ്ട് നിങ്ങളുടെയൊക്കെ അനുകൊണ്ട് എൻ്റെ മകനും അതിലൊരു ചാൻസ് കിട്ടി. അവൻ ആ ദൈവാനുകൊണ്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ മാച്ചിലാണ് ഉന്നത ബിരുദമുള്ളത്. എന്തുകൊട്ടെ. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ കോൺഗ്രസ് പിന്നെ BJP സംബന്ധിച്ച് കണക്കുകൂട്ടൽ അവർ തിരുത്തി, അവർ മനസ്സിലാക്കി. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പിന്നെ CPM കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ BJPയുള്ള രഹസ്യമായിട്ടും പരസ്യമായിട്ടുള്ള മതവിധു ഇന്നലെ മുതൽ തീർന്നു. ഇത് നിങ്ങളുടെ ഓരോ കാര്യങ്ങളും പിന്നെ ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിക്കണം എന്ന് പറയാൻ കാരണം വേറെ ഒന്നുമില്ല. ആദ്യം അമ്മയൊക്കെ ജീവിക്കുമെന്നറിയുമ്പോൾ കുഞ്ഞ്, അതാണ് മനഃശാസ്ത്രം പറയുന്നത്. അപ്പം BJPക്ക് അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ പറ്റില്ല. അതിന് കാരണം ഞങ്ങൾ പറഞ്ഞു കൊടുത്ത് അവർക്ക് മനസ്സിലായി. അപ്പോൾ ഈ നിലക്ക് പോകുമ്പോൾ BJPയെ സംബന്ധിച്ച് ഇനി ഒരു മതവിധു ആഘോഷമൊന്നും കേരളത്തിൽ CPM ആയിട്ട് രജിസ്റ്ററായിട്ട് പരസ്യമായിട്ടൊന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ വഴി നോക്കി മുന്നോട്ട് പോകണം എന്നാണ് നമുക്ക് മുന്നോട്ട് പറയാനുള്ളത്. ഇതിൽ അപ്പോൾ ഒരു വേറൊരു കാര്യമുണ്ട്, അത് ഞാൻ വീണ്ടും ഒന്നുകൂടി സൂചിപ്പിക്കാം. എന്നോട് പലരും പറയുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് ഈ ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസ്സിന് രൂപം കൊടുത്തതും കഴിഞ്ഞ 10-60 വർഷമായിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ച് പ്രവർത്തിച്ച് അവസാനം 67 വർഷത്തിന് ശേഷമാണ് ഇങ്ങനൊരു സംഘടന
രൂപം കൊടുക്കുന്നത് ഒറ്റ ദിവസം ഉണ്ടായതില്ല. അതിന് കാരണമുണ്ട്, അത് ശ്രദ്ധിക്കണം നിങ്ങൾ. എന്തുകൊണ്ടാണ് മൊയ്തീൻ ഷാഹിൻ ഗ്രൂപ്പും ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസ് കാര്യം പറയുന്നത്? ഇവിടെ രണ്ട് കാര്യം നടക്കുന്നത്. ഒന്ന്, ഇപ്പോഴത്തെ കോൺഗ്രസ് എന്നുകൊണ്ട് സോണിയ ഗാന്ധി കോൺഗ്രസ്സാണ്, കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ നെഹ്റുവിൻ്റെയൊക്കെ പാരമ്പര്യമായിട്ട് വരുന്നതാണ്. സോണിയാഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് ആയതുകൊണ്ട് ഇന്ന് ഇന്ത്യയിൽ കോടിക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ ന്യൂട്രലാണ്. അവർക്ക് BJP പോകാനും പറ്റില്ല, കമ്മ്യൂണിസ്റ്റ് പോകാൻ പറ്റില്ല, എന്നാൽ ഇവരായിട്ട് സഹകരിക്കാനും പറ്റില്ല. അങ്ങനെ മാറി നിൽക്കുന്ന കോടിക്കണക്കിന് വോട്ടർമാർ ഇന്ത്യയിലുണ്ട്. ആ വോട്ടർമാർ കൂടി കിട്ടിയാൽ മാത്രമേ സോണിയ കോൺഗ്രസ്, രാഹുൽ കോൺഗ്രസ് ഇന്ത്യ ഭരിക്കാൻ പറ്റും. അത് രാഹുൽ കോൺഗ്രസ് മാറ്റി നിർത്തിയിട്ട് ഈ കോൺഗ്രസ് സംഘടിച്ചാലും ഭരിക്കാൻ പറ്റില്ല. അപ്പോൾ രാഹുൽ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ സോണിയ കോൺഗ്രസിൻ്റെ സപ്പോർട്ട് കൂടി അവിടെ എല്ലാം പോലും സഹായിച്ചുകൊണ്ട് തന്നെ ഈ പുറത്ത് നിൽക്കുന്നവരെ സംഘടിപ്പിച്ച് രണ്ട് പാരൽ രേഖയായിട്ട്, ഇതൊക്കെ വലിയ ഫിലോസഫി ഞമ്മല്ലേ, രണ്ട് പാരൽ രേഖയാണ് പോകുന്നത്. സോണിയ കോൺഗ്രസ് ആയിട്ട് ഒരിക്കലും കൂട്ടിമുട്ടാത്ത രീതിയിൽ ഇപ്പോൾ മൊയ്തീൻ ഷാ നയിക്കുന്ന കോൺഗ്രസ് പാരലായിട്ട് പോവാണ്. എന്നിട്ട് എന്ത് ചെയ്യണം? സഹകരിക്കണം. അങ്ങനെ സഹകരിച്ച് വേണം ഇന്ത്യയിൽ ഇനിയൊരു മാറ്റം വരുത്താൻ. ഇതിനു മുമ്പ് കോൺഗ്രസ് മാറ്റം വരുത്തിയിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അത് അപൂർണമായിരുന്നു. അത് പല കാരണങ്ങളുണ്ട്. അതുപോലെ പറ്റില്ല. ഇനിയൊരു വലിയൊരു മാറ്റം വരുത്തണം. ആ മാറ്റം വരുമ്പോൾ ഇന്നത്തെ സംഘപരിവാറിൻ്റെ ഭരണം താഴെ ഇറങ്ങുകയും ചെയ്യും. ജനങ്ങൾക്ക് എല്ലാവർക്കും ജാതി മത വർഗ ലിംഗ വ്യത്യാസം തന്നെ എല്ലാവർക്കും തുല്യനീതിയും സുരക്ഷിതമായ ജീവിതവും ജീവിക്കാനുള്ള വഴിയും കണ്ടുപിടിക്കാനും കണ്ടുകിട്ടാനുള്ള എല്ലാ സൗകര്യവും ഇന്ത്യയിൽ മണ്ണിലുണ്ട്. നിങ്ങൾക്കറിയോ, ഇന്ത്യയിൽ മനുഷ്യപാദസ്പർശമേൽക്കാത്ത ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി ഇന്ത്യയുടെ മണ്ണിലുണ്ട്, ഇന്ത്യയിലുണ്ട്. ഉദാഹരണം, ഞാൻ ചമ്പൽ താഴ്വരയെ കുറിച്ച് പറയാനുണ്ട്. ചമ്പൽ താഴ്വരയിൽ കൊണ്ടുപോയി നിങ്ങൾ ടൊപ്പിയോക്ക എന്നൊരു കപ്പ കൃഷി ചെയ്താൽ വേറെ ഒന്നും ചെയ്യണ്ട, ബുൾഡോസ് കൊണ്ട് അത് നിരപ്പാക്കുക, കപ്പ കൃഷി ചെയ്യുക. 4-5 മാസം കൊണ്ട് വിളവ് കിട്ടും. കൊല്ലത്തിൽ 2 വിളവ് കിട്ടും. ഒരു വിളവ് എടുത്താൽ നമുക്ക് ഇന്ത്യക്ക് ആവശ്യമുള്ള മുഴുവൻ പ്രോട്ടീൻ അതിൽ കിട്ടും. ബാക്കി അത്ര തന്നെ പുറത്ത് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യാം, എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യാം. ഏത് നമ്മുടെ ചമ്പൽ താഴ്വരയിൽ വെറും ടപ്പിയോക്ക എന്ന് പറഞ്ഞ കൃഷി നടത്തിയാൽ കൊല്ലത്തിൽ 2 വിളവ് കിട്ടും. ഇന്ത്യക്ക് ആവശ്യമുള്ള മുഴുവൻ പ്രോട്ടീൻ്റെ സ്റ്റാർച്ചൊക്കെ ചേർന്നാണുള്ളത് കിട്ടും. ബാക്കി പകുതിയോളം വിദേശ കയറ്റിയൊക്കെ ചെയ്യാം. നല്ല നമ്പർ 1 പദ്ധതിയല്ലേ? ഇതാണ് ഞങ്ങൾ ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസ് കൊടുത്ത പല പ്രൊജക്ട് റിപ്പോർട്ടിലും നമ്പർ 1 ഇതാണ്. ഇത് സിമ്പിൾ കാര്യം. ഉപ്പ് ഗ്ലാസ് മഷി എങ്ങനെ വലിച്ചെടുക്കുന്നു അതുപോലെ സിമ്പിളായിട്ട് നടക്കാം. മറ്റൊന്ന്, മണി മുഴങ്ങും, ബാങ്ക് വിളിക്കും, പിന്നെ കുരിശ് അടിക്കും, അത് മണി മുഴങ്ങും. ശംഖ് മുഴങ്ങും, ശംഖുനാദം കേൾക്കാം, മണി മുഴങ്ങും ക്രിസ്ത്യൻ ചർച്ചിൽ, പിന്നെ വാങ്ങി വിളിക്കും. ഇതെല്ലാം ചെയ്ത ഞങ്ങളുടെ ഒരു ക്ഷേത്രമുണ്ട് ഇവിടെ, രാമക്ഷേത്രവും അല്ലെങ്കിൽ ബാബരിമാസവും അല്ല, ഞങ്ങളുടെ ഒരു ക്ഷേത്രം. ആ ക്ഷേത്രമോ അത് ഗംഗാ സംഗമം പദ്ധതിയാണ്. ഗംഗാ സംഗമം പദ്ധതി ഇന്ത്യയിലെ പ്രൊജക്ട് റിപ്പോർട്ടിൽ ഒന്ന്, വെളിച്ചം കാണാതെ കോൾഡ് സ്റ്റോറേജിൽ ഇരിക്കുന്ന പ്രധാന ഒരു വരവാണ് ഗംഗാ സംഗമം പദ്ധതി. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? വാട്ട് ഈസ് മീൻ ബൈ ഗംഗാ സംഗമം പ്രൊജക്ട്? ഗംഗാ സംഗമം പദ്ധതി എന്ന് വെച്ചാൽ വർഷകാലത്ത് ദക്ഷിണേന്ത്യയിൽ വെള്ളപ്പൊക്കം വരും, വരൾച്ചയാണ് വേനൽക്കാലത്ത്. അത് മറ്റേ വടക്കേ ഇന്ത്യയിലാണെങ്കിലോ വേനൽക്കാലത്ത് വെള്ളപ്പൊക്കവും മഴക്കാലത്ത് വേണ്ടത്ര വെള്ളം കിട്ടുന്നില്ല. ഇത് രണ്ടിനെയും കൂടി തരണം ചെയ്ത് സംഘടിപ്പിച്ച് അല്ലെങ്കിൽ കൂട്ടി യോജിപ്പിച്ച് ഒരു പദ്ധതി, നമ്മുടെ സൂയസ് കനാൽ പോലെ, പനാമ കടലെടുപ്പ് പോലെ എന്താണ് ചെയ്യുന്നത്? ഗംഗയിൽ വരുന്ന വേനൽക്കാലത്ത് ഒഴുകി വരുന്ന മഞ്ഞ് ഡെക്കാൻ പീഠഭൂമിയിലെടുത്ത് അണകെട്ടി ഡെക്കാൻ പീഠഭൂമിയിലേക്ക് പമ്പ് ചെയ്ത് കയറ്റി, അതൊരു വലിയ പ്രദേശമാണ് ഡെക്കാൻ പീഠഭൂമി. അതിൽ നിന്ന് നേരെ ദക്ഷിണേന്ത്യയിലെ നദിയിലേക്ക് വിട്ടു കഴിഞ്ഞാൽ വേനൽക്കാലത്ത് വെള്ളത്തിന് ഷോർട്ടേജ് ഉണ്ടാവുന്ന ദക്ഷിണേന്ത്യ നദികൾ വെള്ളത്തിൽ സുഭിക്ഷമായിരിക്കും. വേനൽക്കാലത്ത് വടക്കേ ഇന്ത്യയിൽ വെള്ളപ്പൊക്കം ഉണ്ടായി നശിച്ചു പോകുന്നത് ഒഴിവാക്കുകയും ചെയ്യും.
അപ്പോൾ ഞങ്ങൾ ഒരു ഉദാഹരണം പറഞ്ഞില്ലേ, പെരിയാർ വലി കനാൽ നിങ്ങൾക്കറിയാം, കേരളത്തിൽ ഭൂത്തങ്ങളിൽ 6 കോടി രൂപ മുടക്കി 64 തുടങ്ങിയ ഒരു പദ്ധതിയാണ്, വെറും 6 crore. അതുകൊണ്ട് ഞങ്ങളുടെ നാട് ചെമ്പരിക്ക് ഉൾപ്പെടെ പെരുമ്പാവൂർ, കോതങ്കലം മുതൽ ആലുവയിലുള്ള ഭാഗത്ത് എന്തൊരു മാറ്റം എന്നറിയോ. ഇപ്പം ഞങ്ങളുടെ ഭാഗത്തുള്ള ഗുണം എന്താണ്? വേനൽക്കാലത്ത് വരൾച്ചയില്ല, മനസ്സിലാകണം. മഴക്കാലത്ത് വെള്ളപ്പൊക്കമില്ല. എന്നാൽ തൊട്ടപ്പുറത്ത് മാറമ്പള്ളി ഭാഗമുണ്ട്, ഞങ്ങളുടെ പഴക്കം, അവർ തെക്ക് വടക്കേ പഴക്കം. അവിടെ വേനൽക്കാലത്ത് എന്ന് വെച്ചാൽ വെള്ളത്തിന് ഷോർട്ടേജ് ഉണ്ടാവും, മഴക്കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടാവും. അപ്പോൾ ഒരു സമയത്ത് വെള്ളപ്പൊക്കം, ഒരു സമയത്ത് വരൾച്ച. ഞങ്ങളെ സംബന്ധിച്ച് അനുഭവം വരെയാണ്, ബി പ്രാക്ടിക്കൽ. വെള്ളപ്പൊക്ക കാലത്ത് ഞങ്ങൾക്ക് വെള്ളത്തിൻ്റെ പൊക്കം ഉണ്ടാവില്ല, അത് നിയന്ത്രണ വിധേയമാണ്. വരൾച്ച, ഇപ്പം വരൾച്ചയുടെ കാലമാണ്, എന്തിനാ ഞാൻ പോകുമ്പോൾ വെള്ളം വന്നുകൊണ്ടിരിക്കുക, വെള്ളം വരാണ്. അതുപോലെ ഉത്തരേന്ത്യയിലെ വെള്ളപ്പൊക്കം നിയന്ത്രിക്കുകയും ചെയ്യാം, ദക്ഷിണയിലെ വരൾച്ച ഒഴിവാക്കുകയും ചെയ്യാം. എപ്പടി? ഇത് എന്തേ നമ്മുടെ ഇന്ത്യയിലെ എഞ്ചിനീയറും രാഷ്ട്രീയക്കാരും ഒക്കെ ചിന്തിക്കാത്ത ചെയ്യാത്തത്? അതിനുള്ളിൽ 10,000 കോടി മുടിക്കൽ, 6,000, 8,000 കോടി, 14 കോടിയൊക്കെ മുടക്കി പ്രതിമകൾ ഉണ്ടാക്കിയില്ല. എത്ര പ്രതിമകൾ ഉണ്ടാക്കി? അത് നാടിനെന്ത് നേട്ടം? ഈ സങ്കുചിതമായ വർഗീയത പറഞ്ഞ് ജനങ്ങൾ തമ്മിൽ തല്ലിക്കുക എന്നല്ലാതെ അതെന്ത് നേട്ടം? വല്ല നേട്ടമുണ്ടോ? ഞാൻ ഒരു കാര്യം പറഞ്ഞ് നിർത്താം, അത് യോഗിയെക്കുറിച്ചാണ്. എന്തറിയോ, ഷിബു ചക്രവർത്തി കേട്ടല്ലോ, അത് കേരളത്തിൽ ഒരു പ്രാവ്, അത് കഴുകൻ്റെ ഇരയായ ഒരു പ്രാവ് ആത്മരക്ഷ, അത് മടിയിൽ വന്നിരുന്നപ്പോൾ കഴുകൻ വന്ന് പറഞ്ഞത്, കഴുകൽ പരന്ന് എൻ്റെ ഭക്ഷണമാണ്, എനിക്ക് തരണം, അത് പറ്റില്ല, അതൊരു ജീവനല്ലേ, എന്തിനെനിക്ക് പകരം തരണം, എന്തുവേണം പകരം അങ്ങയുടെ തുടയിൽ നിന്ന് എനിക്ക് അത്ര മാംസം തരണം, എനിക്ക് മാംസം കിട്ടിയാൽ മതി. അങ്ങനെ മാംസം കൊടുത്ത് ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയ, ആ പ്രാവിൻ കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയ ധീരനായ ദേശാഭിമാനികളെ ഹിന്ദു രാഷ്ട്ര രാജാക്കന്മാരുള്ള രാജ്യമല്ലേ നമ്മുടെ രാജ്യം. സംശയമുണ്ടോ ആർക്കെങ്കിലും ശിബു ചക്രത്തെ കുറിച്ചൊക്കെ? ഉണ്ടോ? വെള്ളപ്പൊക്കം കണ്ട് പ്രജകൾ കഷ്ടപ്പെടുന്നിട്ട് ഹാർട്ട് അറ്റാക്ക്, അന്ന് അതില്ല, അന്ന് നെഞ്ചുരുകിയതാണ്, ഇന്നത്തെ ഹാർട്ട് അറ്റാക്ക്. നെഞ്ചുരുക്കി മരിച്ച രാജാക്കന്മാരുടെ, ഹിന്ദു രാജാക്കന്മാരുടെ രാജ്യമാണ് നമ്മുടെ ഭാരതം. അതേ സംസ്കാരമുള്ള ഭാരതത്തിലാണ് ഈ യോഗി പറയാണ്, നിങ്ങൾ നമസ്കരിക്കാൻ പറ്റൂല, നിങ്ങളുടെ വീടിൻ്റെ മുകളിൽ താമസിക്കാൻ പറ്റില്ല, റോഡിൽ താമസിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് പള്ളിപ്പറമ്പിലല്ല ചപ്പറമ്പിൽ ഒഴിച്ചതോ. എന്തൊരു അനീതി നീതിയാണ് നോക്കുക. ഒന്നും മനസ്സിലാക്കുക. നിങ്ങൾ അറിയാതെ വരുന്ന ചില പരിഷ്കാരങ്ങളെ അത് ഒരുപാട് ഞാൻ സപ്പോർട്ട് ചെയ്യണം. ഇന്ന് ഞാൻ എൻ്റെ മഹലിൽ ഇടവേ ചേർത്ത് നടക്കാവിൽ ഇടവച്ചിൽ മഹലിൽ ഗവനിച്ചത്, അവിടെ മേക്സെറ്റ് വച്ചില്ല, അകത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, പുറത്തേക്ക് വച്ചില്ല. വാങ്ങി കൊടുക്കും മാത്രം ഒരു 1.5 മിനിറ്റായിട്ടേ ഉള്ളൂ. അതിനകത്ത് തടിയിട്ടവർമാർ തൊട്ടപ്പോൾ തെക്ക് വടക്കളം പള്ളിയിൽ ആരോ പരാതി വിട്ട്, സംഘപരിവാറാണ് പരാതിപ്പെട്ട്, കോളാമ്പി എന്നല്ല വലിയ ബോക്സ് ഇല്ല, ഇപ്പോൾ വെറും ഒരു ഇത് മാത്രം സ്പീക്കർ പോലെ ഉള്ളൂ. അതൊക്കെ നല്ലതാണ്, ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം പള്ളിയുടെ പേരിൽ, അമ്പലത്തിൻ്റെ പേരിൽ, പിന്നെ ചർച്ചിൻ്റെ പേരിലൊക്കെ മെയിൻ സെറ്റ് പുറത്തേക്ക് വെച്ച് ആളെ ശല്യം ചെയ്യുക, പ്രത്യേകിച്ച് പരീക്ഷ സമയത്തൊക്കെ, അത് നമ്മൾ ഒരിക്കലും സമ്മതിക്കുന്നില്ല. അങ്ങനെ നിയന്ത്രണത്തിൽ ഞങ്ങൾ സമ്മതിക്കുകയാണ്. അതാണ് അന്ന് ശിഹാബുദ്ദീൻ പറഞ്ഞത്, വാങ്കുവിളിക്ക് മാത്രമാണ് ഇനി പള്ളിയിൽ നിന്ന് മെയിൻ സെറ്റ് പുറത്തേക്ക് ആകും, ബാക്കി ആവശ്യങ്ങളൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് അതെല്ലാവരും അംഗീകരിച്ചു. പക്ഷേ ചില പള്ളികളിൽ മൗലവും ഇതൊക്കെ തുടങ്ങും വലിയ ബോക്സ് വെച്ച് ഇങ്ങനെ, അത് പബ്ലിക് നോയിസ് തന്നെയാണ്. അതൊക്കെ നിരോധിച്ചാൽ ഒരു സംശയമില്ല, അതൊക്കെ നിരോധിക്കുകയും ചെയ്യണം, അതൊന്നും കുഴപ്പമില്ല. അത് ഹിന്ദു മുസ്ലിം ഒന്നും നോക്കേണ്ട കാര്യമില്ല. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അത് പള്ളികളിൽ നിന്ന് മാത്രം പോരാ നിയന്ത്രണം, അമ്പലങ്ങളിൽ നിന്നും വേണം, ചർച്ചിൽ നിന്നും വേണം. ഇപ്പം ഞാൻ ചോട്ടെ, ഇപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ മുസ്ലിം സമുദായത്തിലെ ആൾക്കാരത് സമ്മതിച്ച് നിയന്ത്രിച്ച്, അപ്പോൾ ഇത് കണ്ടിട്ട് മറ്റേ അമ്പലത്തിൽ നിന്ന് വരാണ്, 24 മണിക്കൂർ ഒച്ചയെടുത്ത് വരാണ്, അല്ലെങ്കിൽ ചർച്ചിൽ നിന്ന് വരാണെങ്കിൽ അവർ പ്രശ്നം ഉണ്ടാക്കിയാലോ. പക്ഷെ ഞങ്ങൾ സമ്മതിക്കില്ല, അത് അവരുടെ മര്യാദ, ഇത് നമ്മുടെ സംസ്കാരം. നിങ്ങൾ ധരിക്കുന്ന മുക്കാക്കാശിന മുസ്ലിങ്ങൾ എല്ലായിടവും ഇന്ത്യയിലെ, കേരളത്തിലെ സംസ്കാര സമ്പന്നരാണ്. അവരുടെ പാരമ്പര്യം എന്നറിയോ? മുസ്ലിം പാരമ്പര്യമാണെങ്കിൽ ഇന്ത്യയിലെ ദ്രാവിഡ സംസ്കാരമാണ് ഉൾക്കൊള്ളുന്നത്. എന്താണ് ദ്രാവിഡ സംസ്കാരം? മനസ്സിലാക്കണം, നിങ്ങൾ പഠിക്കണം. അതായത് 2 മുറികളുള്ള ഒരു കുടിലുണ്ടെങ്കിൽ ആ കുടിലിൽ ഒരു മുറി അതിഥികൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഒരു സംസ്കാരമാണ്, ഒരു കൾച്ചറാണ്, ഒരു സിവിലൈസേഷനാണ് ദ്രാവിഡ സംസ്കാരം. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പോൾ കുടിൽ കെട്ടി താമസിക്കുന്ന ദ്രാവിഡന്മാർ, അവരൊരു കുടിൽ 2 മുറി ആകുള്ളൂ, ഒരു മുറി അതിഥികൾക്ക് വേണ്ടി മാറ്റിവെക്കും, ആതിഥേയ നിലയിൽ. മറ്റൊന്ന്, നിങ്ങൾ പുതിയ വീട് വെച്ചിട്ടേ
അവസാനം യേശുയുടെ ആ മോശം എയറൊക്കെ വിടുന്ന റോഡിലേക്കാ. വലിയ പുണ്യാളന്മാരും വലിയ തമ്പുരാക്കന്മാരും ബുദ്ധിജീവികളാണ്. നിങ്ങൾ ശുദ്ധവായു ശ്വസിച്ചിട്ട് നിങ്ങൾ അശുദ്ധവായു അത് പുറത്തേക്ക് പോകണം. എന്നാൽ നിങ്ങൾ സംസ്കാരം, ദ്രാവിഡ സംസ്കാരം, നിങ്ങൾ കറുത്ത ജാതി, കാട്ടുജാതി, ആദിവാസി എന്നൊക്കെ പറയുന്ന ആ സംസ്കാരമുള്ള കൾച്ചർ, ആ പിന്നെ ദ്രാവിഡ സംസ്കാരം എന്നറിയോ, അവർ കാടിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ പുൽമേട്, ഒരു പുൽ എന്താണ് കുടിലുണ്ടാക്കി, ചാള എന്നൊക്കെ പറയും, കുടിലുണ്ടാക്കിയിട്ട് അതിനകത്ത് തീ വെച്ച് അടപ്പിൽ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ ഒരു 10 അടി നീളത്തിലോ ചൂട്ടുപുല്ല് എന്ന് പറയും, പുല്ല്, അത് ഉണക്കിയിട്ട് ഇങ്ങനെ പരന്ന് പോലെ വെച്ച് കിട്ടും. അങ്ങനെ ആ അടപ്പിൽ നിന്ന് വരുന്ന പുക അവിടെ ഒന്ന് സോട്ട് ചെയ്തിട്ട്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എത്ര ശാസ്ത്രീയമാണെന്ന്, എത്ര യുക്തിയുമാണെന്ന്. അങ്ങനെ പിന്നെ ആ പുക അവിടെ ഒന്ന് സോട്ട് ചെയ്തിട്ടാണ് ആ കാട്ടിലെ പുറത്തേക്കൊന്നും വിടുകയുള്ളൂ. ഒന്നും മനസ്സിലാക്കി, ഇത് മുഴുവൻ നിങ്ങൾ മനസ്സിലാകുന്നല്ല, ഞാൻ ഒന്നുകൂടി പറഞ്ഞേക്കാം. അങ്ങനെ ഒരു 2 മുറിയുള്ള ഒരു കുടിൽ വെച്ചിട്ട് താമസിച്ചിട്ട് അവിടെ തീ പൂട്ടി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ പുക വരുമല്ലോ, തീ കണ്ടായി പുക ഉണ്ടാവും. അതിന് ചൂട്ടുപുല്ല് കൊണ്ട് ഒരു പന്തൽ പരന്ന് എന്താണ് പണ്ട് ഞങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ചില ഭാഷ അറിയില്ല, ഇങ്ങനെ തട്ട് പോലെ വയ്ക്കും. അപ്പോൾ ആ അടുപ്പിൽ നിന്ന് വരുന്ന പുക ഒന്ന് സോട്ട് ചെയ്തിട്ടാണ് പുറത്തേക്ക് വിടുകയുള്ളൂ. ഈ കൾച്ചറ് അറബികൾക്കുണ്ടോ, സായിപ്പന്മാർക്കുണ്ടോ, യൂറോപ്യൻസ് ഉണ്ടോ, ഈ ആര്യന്മാർക്കുണ്ടോ? അടച്ചു നോക്കുക നിങ്ങൾ. ഇതാണ് സംസ്കാരം. ആ സംസ്കാരം കൂടി ഉൾക്കൊണ്ട ഒരു വിഭാഗമാണ് ഇന്ത്യൻ മുസ്ലിങ്ങൾ, ഇന്ത്യയിൽ പൂർവികര മുസ്ലിങ്ങൾ. അവർക്ക് കൾച്ചറുണ്ട്. പക്ഷേ അതിനൊക്കെ വ്യത്യസ്തമായിട്ട്, അതിനെ ഘടകവിരുദ്ധമായിട്ട് ചെയ്യുന്ന ചില കുലംകുത്തികൾ, പിണറായി സഖാവിൻ്റെ ഭാഷ പറഞ്ഞാൽ കുലംകുത്തികളുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അവരൊന്നും മുസ്ലിങ്ങളെ കണക്കാക്കാൻ പറ്റില്ല. അവരൊന്നും മുസ്ലിം ഞങ്ങളങ്ങനെ ഇരിക്കുന്നത്. ഞങ്ങൾ വരുന്ന മുസ്ലിം എന്ന് പറഞ്ഞാൽ അയൽവക്ക പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറയെ ആഹാരം കഴിക്കുമ്പോൾ എൻ്റെ സമുദായത്തിൽപ്പെട്ടവരെന്ന് എന്താ പറഞ്ഞാൽ പ്രവാചോചനം. അധ്വാനിക്കുന്നത് വിയർപ്പുകയാണെങ്കിൽ പറ്റുമ്പോൾ കൂലി കൊടുക്കണമെന്ന് പറഞ്ഞ പ്രവാചനം. അയൽവക്കത്ത് വേറെ വരുണ്ടെങ്കിൽ അത് നമ്മുടെ വീട്ടിലേക്ക് ചാഞ്ഞുണ്ടെങ്കിൽ അത് ഇല ഉപയോഗിക്കാൻ പാടില്ല, ഇല എടുത്ത് അപ്പുറത്ത് ഇടുവോ അല്ലെങ്കിൽ അത് അനുവാദത്തോടെ ഇടിക്കാവുള്ളൂ എന്ന് പറയും സംസ്കാരം. അതാണ് ഇസ്ലാം സംസ്കാരം. മനസ്സിലാകുന്നുണ്ടോ എല്ലാവർക്കും? അതാണ് ഇസ്ലാം. ആ സംസ്കാരമുള്ള, ആ സംസ്കാര ഉടമകളായ ഇന്ത്യയിലെ കേരളത്തിൽ മുസ്ലിങ്ങൾ അങ്ങനെ മുസ്ലിം പള്ളിയിൽ നിന്ന് ഉറക്കെ കൊടുക്കുന്ന നിയന്ത്രിച്ചിട്ട് അമ്പലങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ചർച്ചിൽ നിന്നോ വന്നാൽ ഞങ്ങൾ മിണ്ടില്ല. അത് അവരുടെ കൾച്ചറാണ്, ഇത് ഞങ്ങളുടെ കൾച്ചറാണ്. അങ്ങനെയുള്ള മോസ്റ്റ് മോഡേൺ ചിന്താഗതി ഉള്ള, ദീനിയായിട്ട് ബോധമുള്ള, മനുഷ്യത്വമുള്ള ഒരു വിഭാഗം ജനത ആയിരിക്കണം മുസ്ലിങ്ങൾ, ആകണം. അതാണ് അതിന് അത് ഊബലകമായിട്ട് ചില വയലിൽ നിന്ന് കാശ് വാങ്ങിയിട്ട് ഇപ്പോൾ പള്ളിയിൽ കക്കാൻ പോകുന്നതിന് ഖുർആൻ മുസാബ് ഞങ്ങൾക്ക് എടുക്കണമെങ്കിൽ ഒതു വേണം, ഒന്ന് അംഗശുദ്ധി വേണം. ഇത് പള്ളിയിൽ കക്കാൻ പോകുന്ന കത്തി തീ ആയുമ്പോൾ അവന് എന്തോ അതുപോലെ പണം വാങ്ങിയിട്ട് സ്വന്തം സമുദായത്തെ ഒറ്റുകൊടുക്കുന്ന ചില കുലംകുത്തികളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, അത് ഈ സമുദായത്തിലുണ്ട്. പക്ഷെ അതല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ കാണുന്നതാണ്. അതുകൊണ്ട് ഇനി പള്ളിയിൽ നിന്ന്, ചർച്ചിൽ നിന്നും അമ്പലിൽ നിന്നും എന്തെങ്കിലും ഉറക്കെ ശബ്ദം വിട്ടാൽ ഞങ്ങൾ ഇതിന് പരാതി വരാൻ പോലെ എതിർക്കൂല. കാരണം അത് അവിടെ കൾച്ചറാണ്. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ എമ്പുരാൻ പറഞ്ഞല്ലോ, എമ്പുരാനേക്കാൾ മോശമായി നുണ പറഞ്ഞ് എത്രയോ സിനിമകൾ ഇന്ത്യയിൽ ഇറങ്ങി, കേരളത്തിലിറങ്ങി. മുസ്ലിം സമുദായം ഒരു സിനിമയ്ക്കെതിരും പ്രതികരിച്ചോ? അങ്ങനെ ധ്രുവത്തിന് വേണ്ടി ചില പിള്ളേരിറങ്ങി, ഞങ്ങൾ ടോട്ടൽ തന്നെ വേണ്ടെന്ന് വെച്ച്. ധ്രുവം അത് സിനിമയാണ്, അത് ഭാവനയാണ്, കലാകാരൻ്റെ ഭാവനയാണ്, അത് അവന് വിട്ടുകൊടുത്തേക്കാം എന്നും ഞങ്ങൾ സമയത്ത് ഇറങ്ങിയില്ല. ഇന്നിപ്പോൾ എന്ത് പറ്റി? ആരും അറിയാതെ പോകുമായിരുന്ന ഒരു സിനിമ സംഘ് പരിവാറിൻ്റെ ദുഷ്ടലാക്കുകൊണ്ടോ അല്ലെങ്കിൽ എന്തോ, എന്നാൽ BJP അതിൽ ഒരു നിഷ്പക്ഷം ഇതട്ടോ, ഒരു കേരളത്തിലെ പ്രസിഡന്റ് ആണെങ്കിലും മറ്റാണെങ്കിലും അതത്ര ഇരുത്തില്ല. പക്ഷേ അവർക്ക് നിർബന്ധിപ്പിച്ചവരുണ്ട്. ആവശ്യമാതെ രംഗത്തിറങ്ങിയതിൻ്റെ പേരിൽ ഇപ്പോൾ ലോകം മുഴുവൻ അറിഞ്ഞില്ലേ? അത് ഏതുപോലെ സംഭവിച്ചു പറഞ്ഞു. ഞാൻ ഇന്നത്തെ സംഭാഷണം നിർത്താം. അതെന്താറിയോ, ഞാൻ പണ്ട് പറഞ്ഞത്, ഒരു ബസ്സിൽ ഒരു ചെറുക്കൻ ഒരു സ്ത്രീയെ മുട്ടി, അത് തർക്കായി മധ്യസ്ഥയായി. ഒരു 10 പേര് കൂടുതൽ മധ്യസ്ഥയിൽ ഈ പെണ്ണ് വന്നു. അപ്പോൾ ഈ വന്നല്ലേ ചോദിച്ച്, ഇങ്ങനെയാണോ മുട്ടിയത്, ഇങ്ങനെയാണോ മുട്ടിയെന്ന് പറഞ്ഞു 20 പേര് ആ പെണ്ണ് മുട്ടി. ഒരൊറ്റ മാത്രമേ പറ്റുള്ളൂ. ഇത് ഈ മധ്യസ്ഥയിൽ വന്നപ്പോൾ പെണ്ണ യുവതിയെ ഈ 20 പേര് കാണിച്ചു, എങ്ങനെയാണ് മോളെ, ഇങ്ങനെയാണോ മുട്ടിയത്. അതുപോലെയാണ് ആരും അറിയാതെ പോകുമായിരുന്ന ഒരു സംഭവം ഈ മണ്ടന്മാരായ സംഘപരിവാരികൾ ഇതുപോലെ വൃത്തിയുണ്ടാക്കി ഇപ്പോൾ ലോകം മുഴുവൻ അറിഞ്ഞു. ഇനിയിപ്പോൾ എത്ര ദേശം കഴിഞ്ഞാലും പോവും. ഇതിൽ നിന്നും
കേരളത്തിലെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഒരു പാഠം പഠിക്കേണ്ടത്. അതെന്നറിയോ, ഈ ജോർജിനെ പോലെ മണ്ടന്മാർ അങ്ങനെ പറഞ്ഞപ്പോൾ അത് നമ്മളെക്കുറിച്ച് ബാധിക്കുന്ന കാര്യമില്ല എന്നൊരു മാറിയിരുന്നെങ്കിൽ ഇത്രയും പ്രചരണം ആവില്ല, ആരും അറിയില്ല, അതങ്ങോട്ട് പോയേനെ. നിങ്ങൾ എതിർത്തുകൊണ്ടാണ് ജോർജ് വലിയ ആളായതും ജോർജിനെ BJP-ക്കാർക്ക് തൽക്കാലത്തേക്കെങ്കിലും അംഗീകരിക്കണമെന്ന്. അത് നിങ്ങൾ ചെയ്യണം. റബ്ബർ പണ്ട് എത്ര കണ്ട് ആഞ്ഞടിക്കുന്നതോ അത്ര ഉയരത്തിൽ പൊങ്ങുന്ന പോലെ നിങ്ങൾ അങ്ങനെയുള്ള കാര്യത്തിൽ ഡോണ്ട് കെയർ, ശ്രദ്ധിക്കരുത്, അവോയ്ഡ് ചെയ്യുക, ഒഴിവാക്കുക. അതാണ് ബുദ്ധി. അപ്പം അത് ബുദ്ധി അല്ലെങ്കിൽ ബുദ്ധി കാണിക്കായിരുന്ന സംഘ് പരിവാറിനോട് എന്നെ പോലുള്ളവർക്കൊക്കെ ഞങ്ങൾ ഗ്രൂപ്പിന് സഹതാപമാണ്. ഇപ്പോൾ പലരും പറഞ്ഞു കൊടുക്കുന്നത് സഹതാപമാണ്. കാരണം എന്തിനാണ് നിങ്ങളിങ്ങനെ ഇത് ചെയ്യുന്നത്? നിങ്ങൾ മിണ്ടാതെ ആരും അറിയുമോ? അതാ സിനിമ വന്ന് അതുപോലെ പോയി 12 മാസം അത് തീർന്ന്. ഇതിപ്പോൾ ചർച്ച അപ്പുറത്തായില്ലേ? അപ്പം അതുകൊണ്ട് നിങ്ങൾ മണ്ടത്തിന് ചെയ്യില്ലേ എന്ന് പറഞ്ഞുകൊണ്ടും ഇടതുപക്ഷക്കാർ ശ്രദ്ധിക്കണം. ഇത്രയും കാലം കിട്ടിയ BJP-യുടെ ഒരു സോഫ്റ്റ് കോൺട്രോ അല്ലെങ്കിൽ മധുവിതൊക്കെ ഇല്ലാതെ തീർന്നിട്ടുണ്ട്. ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസിൻ്റെ കൂടി സപ്പോർട്ട് കൂടി ഈ കേരളത്തിൽ വരുന്ന 40% മുസ്ലിങ്ങളുടെ ശക്തമായി പിന്തുണയുള്ളതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിക്കുന്ന UDF-നെ കേരളത്തിൽ തകർക്കാൻ സാധ്യമല്ലെന്ന് പറഞ്ഞുകൊണ്ടും നിങ്ങൾ സ്വസ്ഥമായി ഇരിക്കുക, പ്രവർത്തിക്കുക, ആത്മാർത്ഥ സഹകരിക്കുക എന്ന് പറഞ്ഞുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. പോരായി. നന്ദി. ജയ് ഹിന്ദ്.